Next, types of branches. The accounting system adopted for a branch depends on the size and nature of branch and degree of control needed by the head office. ഒരു ബ്രാഞ്ചിന് ആവശ്യമായുള്ള അക്കൗണ്ടിങ് സിസ്റ്റം നമ്മൾ അഡോപ്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്നത് ആ ബ്രാഞ്ചിൻ്റെ സൈസ്, അതുപോലെ തന്നെ ബ്രാഞ്ചിന് എത്രമാത്രം ഏത് ടൈപ്പിലുള്ള ബ്രാഞ്ചാണ്, അതുപോലെ തന്നെ എന്തുമാത്രം കൺട്രോൾ ഹെഡ് ഓഫീസിൻ്റെ ആവശ്യമുണ്ട്, അതിനെ ബേസ് ചെയ്തായിരിക്കും ബ്രാഞ്ചിന് ഉപയോഗിക്കുന്ന അക്കൗണ്ടിങ് സിസ്റ്റവും നമ്മൾ ഡിസൈൻ ചെയ്യുന്നത്. Thus, in order to study the accounting system employed for the various types of branches, it is convenient to divide them into the following three categories. മൂന്ന് കാറ്റഗറി ആയിട്ട് ബ്രാഞ്ചസിനെ തിരിക്കുന്നുണ്ട്. First one, branches not keeping full system of accounting. That means dependent branches. Branches keeping full system of accounting, independent branches, and foreign branches. Dependent branches എന്ന് പറഞ്ഞാൽ ഹെഡ് ഓഫീസിനെ ആശ്രയിച്ച് നിൽക്കുന്ന ബ്രാഞ്ചസ് ആണ്. അതിന് അങ്ങനെ ഫുൾ സിസ്റ്റം ഓഫ് അക്കൗണ്ടിങ് ചെയ്യുന്നില്ല. കാരണം എന്ന് വെച്ചാൽ മുഴുവൻ അക്കൗണ്ട്സും സെപ്പറേറ്റ് ആയിട്ട് കീപ്പ് ചെയ്യുന്നില്ല എന്നാണ് ഡിപ്പെൻഡൻറ്റ് ബ്രാഞ്ചസിൻ്റെ ഉദ്ദേശം. ഇൻഡിപെൻഡൻറ്റ് ബ്രാഞ്ചസ് എന്നാണെങ്കിൽ അവർ സ്വന്തമായാണ് നിൽക്കുന്നത്. അപ്പോൾ അവർക്ക് ഫുൾ സിസ്റ്റം ഓഫ് അക്കൗണ്ട്സും ഉണ്ടാവും. ഹെഡ് ഓഫീസിൽ കീപ്പ് ചെയ്യുന്ന അതേ സിസ്റ്റത്തിലുള്ള അതേ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ബ്രാഞ്ചസിൽ മെയിൻറ്റെയിൻ ചെയ്യും. മൂന്നാമത് ഫോറിൻ ബ്രാഞ്ചസ്. ഫസ്റ്റ് വൺ, ബ്രാഞ്ചസ് നോട്ട് കീപ്പിംഗ് full system of accounting or dependent branches. These are branches that operate as per strict instruction and direction given by the head office. കണ്ടോ, ഹെഡ് ഓഫീസ് പറയുന്ന ആ ഇൻസ്ട്രക്ഷൻ ഡയറക്ഷനും അനുസരിച്ച് മാത്രം പ്രവർത്തിക്കുന്നതാണ് ഈ ഡിപ്പെൻഡൻറ്റ് ബ്രാഞ്ചസ്. They depend practically on head office for everything. എന്ത് ചെയ്യാനും ഹെഡ് ഓഫീസിനെ അവർ ആശ്രയിച്ചാണ് നിൽക്കുന്നത്. They do not maintain complete set of books of accounts. അവർ ഫുൾ സെറ്റ് ബുക്സ് അവർ മെയിൻറ്റെയിൻ ചെയ്യത്തില്ല. Following are the salient features of such branches. These branches sell only such goods which are supplied by the head office. ഹെഡ് ഓഫീസ് കൊടുക്കുന്ന അതേ ഗുഡ്സ് മാത്രമേ ഈ ബ്രാഞ്ചസ് സെയിൽ നടത്തുള്ളൂ. They are normally not allowed to make purchases in the open market. അവർക്ക് പുറത്തുനിന്ന് സാധനം വാങ്ങിച്ച് പർച്ചേസ് ചെയ്യാനൊന്നും വാങ്ങിച്ച് വിൽക്കാനൊന്നും പറ്റത്തില്ല. ഗുഡ്സ് ആർ ഓഫൺ സപ്ലൈഡ് ബൈ ഹെഡ് ഓഫീസ് അറ്റ് കോസ്റ്റ് പ്രൈസ്. അതുപോലെ ഹെഡ് ഓഫീസ് കൊടുക്കുന്ന ഗുഡ്സ് കോസ്റ്റ് പ്രൈസിലായിരിക്കും ബ്രാഞ്ചസിന് കിട്ടുന്നത്. ബട്ട് സംടൈംസ് ദേ ആർ സെൻഡ് അറ്റ് ലോഡഡ് പ്രൈസ് ഓൾസോ. ചില സമയത്ത് അവർ ലോഡഡ് പ്രൈസിലും കൊടുക്കാറുണ്ട്. ഓൾ ബ്രാഞ്ച് എക്സ്പെൻസസ് ആർ ഓഫ് റെഗുലർ നേച്ചർ ആൻഡ് ആർ പെയ്ഡ് ബൈ ദി ഹെഡ് ഓഫീസ്. ബ്രാഞ്ചിൻ്റെ എല്ലാ എക്സ്പെൻസും ഏകദേശം ഒരുപോലത്തെ ആയിരിക്കും, സ്ഥിരമായി വരുന്നതായിരിക്കും. അത് പേ ചെയ്യുന്നത് ഹെഡ് ഓഫീസും ആയിരിക്കും. All petty expenses at branches are paid by the branch manager from the petty cash received in advance from the head office. ചെറിയൊരു എമൗണ്ട്, ചെറിയ എക്സ്പെൻസസ് ഒക്കെ ബ്രാഞ്ചിലുണ്ടാവുന്നത് പേ ചെയ്യാൻ വേണ്ടിയിട്ട് ഹെഡ് ഓഫീസിൽ നിന്ന് ബ്രാഞ്ചിലേക്ക് കുറച്ച് എമൗണ്ട്, ഒരു പെറ്റി ക്യാഷ് ബാലൻസ് കൊടുത്തിട്ടുണ്ടാവും. അതിൽ നിന്നായിരിക്കും ആ ബ്രാഞ്ച് മാനേജർ പേയ്മെൻറ്റുകൾ നടത്തുക. And branches are instructed to deposit daily cash collections both from cash sales and from debtors into the bank account opened in the name of head office. ബ്രാഞ്ചസിനോട് ഇൻസ്ട്രക്ഷൻ കൊടുത്തിട്ടുണ്ടാവും എല്ലാ ദിവസവും അവർക്ക് കിട്ടുന്ന ക്യാഷ് കളക്ഷനും അതുപോലെ തന്നെ ഡെപ്റ്റേഴ്സിൽ നിന്ന് കിട്ടുന്ന എമൗണ്ടും, അതായത് നമ്മൾ എന്തെങ്കിലും ക്രെഡിറ്റ് സെയിൽ നടത്തിയെങ്കിൽ അതിൻ്റെ ഡെപ്റ്റേഴ്സ് കൊണ്ടു തന്ന ക്യാഷും ബാങ്ക് അക്കൗണ്ടിൽ, ഹെഡ് ഓഫീസിൻ്റെ പേരിൽ തുടങ്ങിയിരിക്കുന്ന ബാങ്ക് അക്കൗണ്ടിൽ ഡെപ്പോസിറ്റ് ചെയ്യണം എന്ന് ഒരു ഇൻസ്ട്രക്ഷൻ കൊടുത്തിട്ടുണ്ടാവും. Sales are normally made on cash basis, but some branches are authorized to make credit sales also. മിക്കവാറും ക്യാഷ് സെയിലായിരിക്കും നടത്താൻ ഉദ്ദേശിക്കുക, പക്ഷേ ചില ബ്രാഞ്ചസ് ക്രെഡിറ്റ് സെയിൽ നടത്താനായിട്ടും ഓതറൈസ്ഡ് ആയിട്ട് ഉണ്ടാവും. ബ്രാഞ്ചസ് കീപ് ഓൺലി some memorandum of records such as stock register, debtors register, etc. ഈ മെത്തേഡിൽ ബ്രാഞ്ചസ് ചില മെമ്മറാണ്ടം റെക്കോർഡ്സും കൂടെ മെയിൻറ്റെയിൻ ചെയ്യും. അതായത് സ്റ്റോക്ക് രജിസ്റ്റർ, ഡെപ്റ്റേഴ്സ് രജിസ്റ്റർ, ഇതൊക്കെ. Accounts for the dependent branches are maintained only in the books of head office. ഡിപ്പെൻഡൻറ്റ് ബ്രാഞ്ചസിൻ്റെ അക്കൗണ്ട്സ് ഫുള്ളായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നത് ഹെഡ് ഓഫീസിൽ മാത്രമായിരിക്കും. സിസ്റ്റം ഓഫ് അക്കൗണ്ടിങ് ഇൻ ദ ഹെഡ് ഓഫീസ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ സൈസ് ഓഫ് സച്ച് ബ്രാഞ്ച് ആൻഡ് ദ ഡിഗ്രി ഓഫ് കൺട്രോൾ ദ ഹെഡ് ഓഫീസ് വാണ്ട് ടു എക്സസൈസ്. ബ്രാഞ്ചിൻ്റെ സൈസ് അനുസരിച്ചായിരിക്കും എന്ത് സിസ്റ്റത്തിലുള്ള അക്കൗണ്ടിങ് വേണം ഹെഡ് ഓഫീസിൽ മെയിൻറ്റെയിൻ ചെയ്യാൻ, അതുപോലെ എത്രമാത്രം കൺട്രോൾ ഹെഡ് ഓഫീസ്
ബ്രാഞ്ചിന് മേലെ കൊടുക്കണം എന്നതിനെ ബേസ് ചെയ്തായിരിക്കും അക്കൗണ്ടിംഗ് സിസ്റ്റം മെയിൻറ്റെയിൻ ചെയ്യുന്നത്. Then keeping in view the above factors, accounts of such branches may be kept by the head office in any one of the following ways. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ താഴെ പറയുന്ന 4 മെത്തേഡിലായിരിക്കും ഡിപ്പെൻഡൻറ്റ് ബ്രാഞ്ചസിൻ്റെ അക്കൗണ്ട്സ് ഹെഡ് ഓഫീസിൽ മെയിൻറ്റെയിൻ ചെയ്യുക. ഫസ്റ്റ് വൺ, ഡെപ്റ്റേഴ്സ് സിസ്റ്റം. A debtor system is a system of ascertaining the profit or loss at a branch by preparing an account called branch account in the head office book. Debtor സിസ്റ്റത്തിൽ ഒരു സിസ്റ്റം ഒരു പ്രോഫിറ്റ് ഓർ ലോസ് ബ്രാഞ്ച് എത്രയാണ് ഉണ്ടായത് എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി ഒരു ബ്രാഞ്ച് അക്കൗണ്ട് ഹെഡ് ഓഫീസിൻ്റെ ബുക്കിൽ മെയിൻറ്റെയിൻ ചെയ്യും. സെപ്പറേറ്റ് ബ്രാഞ്ച് അക്കൗണ്ട് ഈസ് മെയിൻറ്റെയിൻഡ് ഫോർ ഈച്ച് ബ്രാഞ്ച്. ഓരോ ബ്രാഞ്ചിനും അവരവരുടേതായ ബ്രാഞ്ച് അക്കൗണ്ട്സും മെയിൻറ്റെയിൻ ചെയ്യും. അതായത് ഇപ്പോൾ ഹെഡ് ഓഫീസ് ആലപ്പുഴയാണെന്ന് വെക്കുക, അതിൻ്റെ ബ്രാഞ്ച് കോട്ടയത്തും കൊല്ലത്തും ഉണ്ട്. അപ്പം ഹെഡ് ഓഫീസിൻ്റെ ബുക്കിൽ കോട്ടയം ബ്രാഞ്ചിൻ്റെ ഒരു ബ്രാഞ്ച് അക്കൗണ്ടും തുടങ്ങും, കൊല്ലം ബ്രാഞ്ചിൻ്റെ ഒരു ബ്രാഞ്ച് അക്കൗണ്ടും തുടങ്ങും. അതാണ് പറഞ്ഞേക്കുന്നത്. ഓരോ ബ്രാഞ്ചിനും സെപ്പറേറ്റ് ബ്രാഞ്ച് അക്കൗണ്ട് ആയിരിക്കും ഹെഡ് ഓഫീസിൽ തുടങ്ങുന്നത്. ഫസ്റ്റ് വൺ, ബ്രാഞ്ച് അക്കൗണ്ട്. എ ബ്രാഞ്ച് അക്കൗണ്ട് ഈസ് എ നോമിനൽ അക്കൗണ്ട് prepared in the books of head office to ascertain the profit or loss at a branch at the end of a particular period. ഒരു പീരീഡിൽ അതിൻ്റെ അവസാനം ഒരു ബ്രാഞ്ചിലുണ്ടായ പ്രോഫിറ്റ് അല്ലെങ്കിൽ ലോസ് എത്രയാണെന്നുള്ളത് അസർട്ടൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഹെഡ് ഓഫീസിൻ്റെ ബുക്കിൽ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു നോമിനൽ അക്കൗണ്ട്, ഒരു സാധാരണ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പോലെ തന്നെയാണ് ഒരു ബ്രാഞ്ച് അക്കൗണ്ട്. ഫോർ ദ പർപ്പസ് ഓൾ എക്സ്പെൻസസ് ആർ ഡെബിറ്റഡ് ആൻഡ് ഓൾ ഇൻകംസ് ആർ ക്രെഡിറ്റഡ് ഇൻ ദി അക്കൗണ്ട്. നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്ന പോലെ തന്നെ എക്സ്പെൻസസ് ഒക്കെ നമ്മൾ ഡെബിറ്റ് ചെയ്യും, അതുപോലെ തന്നെ ഇൻകംസ് എല്ലാം നമ്മൾ ക്രെഡിറ്റ് ചെയ്യുകയും ചെയ്യും. ദിസ് സിസ്റ്റം ഓഫ് പ്രിപ്പയറിംഗ് ബ്രാഞ്ച് അക്കൗണ്ട്സ് ഫോർ ഫൈൻഡിങ് ഔട്ട് പ്രോഫിറ്റ് ഓർ ലോസ് ഈസ് യൂഷ്വലി ഫോളോഡ് വെൻ ദ ബ്രാഞ്ചസ് ആർ ഓഫ് സ്മോൾ സൈസ്. ബ്രാഞ്ചസ് ചെറിയ ബ്രാഞ്ചൊക്കെ ആണെങ്കിലാണ് ഈ ഒരു മെത്തേഡ് ഉപയോഗിക്കുക. ഫോർ കൺവീനിയൻസ് ഇൻ ദ ആപ്ലിക്കേഷൻ ഓഫ് ദ സിസ്റ്റം, ദ ബ്രാഞ്ചസ് മേ ബി ഗ്രൂപ്പ്ഡ് ആസ് ഫോളോസ്. എ ബ്രാഞ്ച് ദാറ്റ് റിസീവ്സ് ഗുഡ്സ് അറ്റ് കോസ്റ്റ് ആൻഡ് സെൽസ് ഓൺലി ഫോർ ക്യാഷ്. ചിലപ്പം ബ്രാഞ്ചിന് ഗുഡ്സ് കിട്ടുന്നത് കോസ്റ്റ് പ്രൈസ് തന്നെയായിരിക്കും, എന്നിട്ടത് ക്യാഷായിട്ട് മാത്രമേ സെയിൽ നടത്താൻ, ക്യാഷ് സെയിൽ മാത്രമേ ബ്രാഞ്ചിൽ നടത്താൻ അനുവദിച്ചിട്ടുള്ളൂ. രണ്ടാമത്തെ, ബ്രാഞ്ച് ദാറ്റ് റിസീവ്സ് ഗുഡ്സ് അറ്റ് കോസ്റ്റ് ബട്ട് സെൽസ് ബോത്ത് ഫോർ ക്യാഷ് ആൻഡ് ക്രെഡിറ്റ്. കോസ്റ്റ് തന്നെ കിട്ടുന്ന ഗുഡ്സ് അത് ക്യാഷായിട്ട് സെയിൽ നടത്താം, അല്ലെങ്കിൽ ക്രെഡിറ്റ് സെയിൽ നടത്താനുള്ള അനുവാദം കൊടുത്തിരിക്കുന്നു. മൂന്നാമത്തെ, ബ്രാഞ്ചസ് ദാറ്റ് റിസീവ് ഗുഡ്സ് അറ്റ് ഇൻവോയ്സ് പ്രൈസ് ഓർ ലോഡഡ് പ്രൈസ്. അതായത് കോസ്റ്റ് അല്ല, കോസ്റ്റിൻ്റെ കൂടെ ഹെഡ് ഓഫീസിൻ്റെ ഒരു ചെറിയ പ്രോഫിറ്റിൻ്റെ പെർസെൻറ്റേജും കൂടെ ആഡ് ചെയ്തിട്ട് ഇൻവോയ്സ് പ്രൈസിലായിരിക്കും ബ്രാഞ്ചിന് കൊടുക്കുക, എന്നിട്ടത് ക്യാഷായിട്ടും ക്രെഡിറ്റ് സെയിലായിട്ടും നടത്തുവാനുള്ള അനുവാദം കൊടുത്തിരിക്കുക. ഫസ്റ്റ് വൺ, ബ്രാഞ്ച് ദാറ്റ് റിസീവ്സ് ഗുഡ്സ് അറ്റ് കോസ്റ്റ് ആൻഡ് സെൽസ് ഓൺലി ഫോർ ക്യാഷ്. ആദ്യത്തെ മെത്തേഡ് ആണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്.